ഇന്നലെ തന്നെ എന്തോ വിഷയം ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഒരു നടി ആയിട്ട് പുള്ളി പോയി റീൽ ചെയ്തു, നമ്മളെ കാണിക്കാൻ നമ്മളെ അപമാനിച്ചു വിട്ടു. കാരണം അടുത്തേക്ക് ചെല്ലല്ലേ എന്ന് പറഞ്ഞു. നല്ല പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മള് ഒരുപാട് സൗഹൃദമായിട്ട് നിൽക്കുന്ന നടിയാണ്. പക്ഷെ നടിയെ വിളിച്ചപ്പോ ഞാൻ മാന്യമായിട്ട് പിന്നെ ദിവസം കാണാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ നായിക അറിഞ്ഞപ്പോ ഇവരെ പേഴ്സണലായിട്ട് വിളിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഞാനൊരു കുട്ടിയുടെ മാന്യത, കാരണം ഞാൻ ഈ നടിയെ വിളിച്ചപ്പോ പാതിരാത്രി വരെ മറ്റേ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നടി വിളിച്ചപ്പോഴേ മാന്യമായിട്ട് ആരായാലും നിന്നെ വിളിക്കും. കാര്യം നിനക്കാണ് റീച്ച് ഉള്ളത്. നിന്നെ വെച്ചാണ് പലരും റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് അത് കാണുമ്പോ ചിരി തന്നെ. ഒന്നും ആവാത്ത ആൾക്കാരെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പരീക്ഷയാണ്. വേറെ കേസ് ഞാൻ പറയാം. വിഷ്ണു, ഞാൻ പറയാമെന്ന് പറഞ്ഞല്ല, ഇവന്റെ റീച്ച് വെച്ചിട്ടാണ് ഇവനെ വെച്ചിട്ട് പുറത്തേക്ക് കുറെ പരിപാടികളൊക്കെ പിടിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. പിന്നെ ഞാൻ ഇപ്പൊ വേറൊന്നുമല്ല, ഒരാളുടെ പാസ്പോർട്ട് മേടിച്ചു വെക്കുന്നത് ശരിയായ നടപടിയല്ല. അത് ആരാണെന്നുള്ള ഡീറ്റെയിൽസ് അത് പറയാ. മാഹിമൂവാറ്റുപോയി എന്റെ പാസ്പോർട്ട് മേടിച്ചു വെച്ചു, തരുന്നില്ല. ഇന്നലെയാണ് അത് ഉടനെ പോലീസ് കംപ്ലൈന്റ് തന്നില്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ടി വരും. തീർച്ചയായും ഒരാളുടെ പാസ്പോർട്ട് മേടിച്ചു വെക്കുന്നത് ശരിയായ നടപടി. കാരണം നിശ ഇന്നലെ പറഞ്ഞു, നിശക്ക് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ സംഭവിക്കുന്ന ചില സമയത്ത്. പക്ഷെ കാര്യങ്ങളുണ്ട് കൊണ്ട് പറഞ്ഞു തന്നു, പാസ്പോർട്ട് വെച്ച് ഒരു ഗെയിം കളിക്കാം. നിന്നെ കുറ്റത്തിനകത്ത് വേറെ ഈ ആ പാസ്പോർട്ട് മാറ്റിയിട്ട് എനിക്ക് വ്യാജ പാസ്പോർട്ട് തരാം. ഈ പാസ്പോർട്ട് വേറെ ആളുകളിലേക്ക് കൊടുത്തിട്ട് അവിടെ വ്യാജ പാസ്പോർട്ട് നിന്റെ പേരിൽ വേറെ ആൾക്ക് പുറത്തേക്കോ. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ വേറെ ഒന്നും പറയുന്നതല്ല. അതുകൊണ്ടു കംപ്ലൈന്റ് ചെയ്യണം. അത് തീർച്ചയായിട്ടും കംപ്ലൈന്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് വലിയ പ്രശ്നം. കാരണം ഇവനെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൾഫിൽ വെച്ചിട്ട്. ദുബായ്, അബുദാബി, അത് 10-12 ദിവസത്തെ കേസൊക്കെയാണ് പറയുന്നത്. 10 5 ദിവസം. ഇപ്പൊ അവര് 5 ദിവസമായിട്ട് പെട്ടി. അത് കൃത്യമായിട്ട് അന്വേഷിക്കണം. കൃത്യമായി ഒരാള് ഇവിടുന്ന് ഇങ്ങനത്തെ പ്രോഗ്രാം പോകുമ്പോൾ കാരണം നമ്മള് മറ്റേ അതോറിറ്റി ഇന്നലെ കഴിഞ്ഞ ദിവസം ബ്രൈറ്റ് വഴി നമ്മുടെ ബാല്യകാല സഖിയില്ലേ, അതിന്റെ പ്രൊഡ്യൂസർ പേര് പറയുന്നില്ല, പ്രൊഡ്യൂസറിനെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, ഒരു ആഴ്ചക്ക് മുന്നേ വിസ വല്ല, അല്ലാണ്ട് തലേ ദിവസം വിസ കൊണ്ട് കാര്യമില്ല. പിന്നെ നമ്മളെ കേസില്ല കേട്ടോ മറ്റേ അത് ഇന്നലെ ചോദിച്ചു. മറ്റേ അഭിലാഷ് ആട്ടത്തിന്റെ പേരിലും ചേട്ടന്റെ പേരിലും എന്റെ പേരിലും കേസ് ഉണ്ടായിരുന്നു. അത് ഈ പോലീസുകാരെല്ലാം പറഞ്ഞു വിദേശത്ത് പോകാൻ പാടില്ലെന്നല്ലോ. ഇല്ല, ഇത് ഫേക്ക് കേസാണത്. അത് കേസാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. അത് കൃത്യമായിട്ട് ഈ ട്രാൻസ്ജെൻഡറിന് അവകാശപ്പെടുന്നവൻ ഒരിക്കലും ട്രാൻസ്ജെൻഡർ പോലും അല്ല. അവൻ സർജറി ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് അവന്റെ കൂടെ സെക്ഷലി നടന്നുകൊണ്ടിരുന്നിട്ടുള്ള നമ്മുടെ പരിചയത്തിലുള്ള ഞാൻ വളരെ സീസൺ പറയുന്നതാണ്. അത് ഈ ഷാലിൻ എന്ന് പറഞ്ഞ ഒരുത്തനും ഇവനും കൂടി നമുക്കിട്ട് വെച്ചതാണ്. ഞങ്ങൾ ബ്ലഡി നൈറ്റിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞ സമയത്ത്. അപ്പൊ ഇവരുടെ പ്രൊഫഷണൽ ജലസി കൊണ്ട് ഞങ്ങൾക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കുറെ നാണക്കേട് ഉണ്ടാക്കി. പിന്നെ പോലീസിന് വ്യക്തമായ തെളിവുകൾ നമ്മൾ കൊടുത്തു. അതായത് ഇവന്റെ എല്ലാ വീഡിയോ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതിന്റെ കൂടെ തന്നെ നടന്നുകൊണ്ടിരുന്ന ഈ ഷാലിൻ എസ് പറവൂർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അയാൾക്ക് കുടുംബകാര്യങ്ങളും കൊണ്ടാണ് നമ്മൾ ആദ്യം പറയാണ്ടിരുന്നത്. പക്ഷെ നമ്മളിത് ആളുകളുടെ മുമ്പിൽ, ഞാൻ മാത്രമല്ല, എന്നെ മാത്രമല്ല, ആറാട്ടണ്ണൻ ഇപ്പൊ ആ കേസും കൂടി, ആറാട്ടണ്ണന്റെ കേസിൽ അയാൾ പേടിച്ചിട്ട് പോയിട്ട് ജാമ്യം എടുത്തു. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. കാരണം ഒരു മനുഷ്യനെ ഭയപ്പെടുത്തി, ഞാൻ പറയട്ടെ, ഭയപ്പെടുത്തുക എന്നുള്ള നിയമം ഉണ്ടല്ലോ, അത് ഭയങ്കര മോശമാണ്. കാരണം ഒരാളെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കുക. പിന്നെ സാക്ഷിമൊഴി പറഞ്ഞിരിക്കുന്ന ആള് അങ്ങനെ ഒരു സംഭവമേ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് അന്നുണ്ടായ ഹേമ കമ്മിറ്റിയുടെ പ്രഷർ മൂലം ഈ പറയുന്ന ആളുകളെയൊക്കെ ഒതുക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ അതെ സിനിമാക്കാരുടെ പല വിഷയങ്ങൾക്കും വേണ്ടി ഇവര് ഡമ്മി കുറ്റവാളികൾ എന്ന രീതിയിൽ ഉണ്ടാക്കിയ ഒരു ഫാബ്രിക്കേറ്റഡ് കേസായിരുന്നു ഇത്. ചേരാമൂർ പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള അതിന്റെ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ സംഭവം. രാവിലെ 11 മണിക്ക് നമ്മള് വിരുന്ന് ബന്ധം പടം ഞാൻ നടന്നില്ല, ഞാൻ അഭിലാഷാട്ടെ ഞങ്ങള് വേറൊരു ഷൂട്ടായിരുന്നു. അപ്പൊ അങ്ങനെ സമയത്ത് 24-നാണ് വാർത്ത വന്നത്. ഈ 24-നോട് ഒറ്റ കാര്യം പറയാനുണ്ട്. പുള്ളിയോട് മാത്രമല്ല, പുള്ളിയോട് പറയാ, ജേർണലിസം എന്നുള്ളത് തോന്നിയവസായിരിക്കരുത്. അത് വ്യക്തമായിട്ടുള്ള നല്ല റിപ്പോർട്ടുകൾ നടക്കുന്നില്ല. ഇവിടെ എല്ലാം നെഗറ്റീവ് റിപ്പോർട്ട് നടക്കുന്നത്. അതൊക്കെ പറയാൻ ഒരുപാട് കഥ ഉണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. പറയട്ടെ ഒരു ചാനൽ കേസ് ഒന്നും പറയണ്ട. അപ്പോ ഡീറ്റെയിൽ ആയിട്ട് ഈ കേസ് ഫേക്ക് കേസാന്നുള്ളത് എല്ലാം മനസ്സിലായി. അത് വച്ചിട്ട് പോലും ഇപ്പൊ ഇവനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാനുള്ള വേറെ ഒന്നല്ല, ഈ പുറത്തേക്ക് വന്നിരിക്കുന്ന പ്രോഗ്രാംസിൽ ഇവരെ കണ്ടിട്ടാണ് ആൾക്കാർ കാശ് കൊടുക്കാൻ പോകുന്നത്.
അല്ലാണ്ട് ആ കൂടെ പോകുന്ന രണ്ടുപേരെ കണ്ടിട്ടല്ല. എനിക്കറിയില്ല. ഇപ്പൊ ആറട്ടനോട് പറഞ്ഞ 2 ലക്ഷം രൂപ എന്നാണ്, പിന്നെ പുള്ളി പറഞ്ഞ 1.5 ലക്ഷം രൂപ. അതൊക്കെ അന്വേഷിക്കണം. 1.5 ലക്ഷം രൂപയിലും 1 ലക്ഷം രൂപ നിനക്ക് എന്തായാലും 50 രൂപ അവർക്കും കൊടുക്കാം. അല്ലാണ്ട് അവരെ കണ്ടിട്ട് ആരും ഗൾഫ് പ്രോഗ്രാം പിടിക്കുന്നില്ല. അല്ല, ഇവനെ പറ്റിക്കുന്നതാണ്. അത് ശരിയാ. ഫെയിം വെച്ച് എനിക്കാണ് 1 lakh തരേണ്ടത്. കാരണം എനിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് വീടിന്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇവര് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ഇതാക്കുന്നില്ല. നമ്മൾക്ക് 10,000-20,000 കിട്ടുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു റെമ്യൂണറേഷനിലേക്ക് വരുമ്പോൾ ഇത്രയും വലിയ പ്രോഗ്രാം വരുമ്പോൾ അവര് കുറച്ചു. അത് നമുക്ക് ബുദ്ധിമുട്ടായി പോയി. അതൊക്കെ ഇപ്പൊ ക്യാൻസൽ ചെയ്താണ് നിൽക്കുന്നത്. അല്ല, അത് എന്തായാലും അല്ല, നീ ഗൾഫിൽ പോണേക്കാൾ മുമ്പ് നിന്റെ വിസയെ കുറിച്ച് അന്വേഷിക്കുക. പാസ്പോർട്ട് മേടിക്കണോ? പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് ഞാനിപ്പോ ഇതിനൊന്നും ഇടപെടാത്തതേ. പാസ്പോർട്ട് മേടിക്കാൻ ഇത്ര നാള് വൈകി. ഒരു കാര്യം പറയട്ടെ, ഇവൻ ഒരിക്കലും എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. ഇത്ര ദിവസം അവിടെ അഗ്രിമെന്റ് ഉണ്ട്, ചെയ്തിട്ടില്ല. അവര് വരുമെന്ന് അഡ്വാൻസ് വാങ്ങിയിട്ടില്ല. 3-4 ദിവസമേ ഉള്ളൂ. എത്തിയില്ലെങ്കിൽ പണി വെക്കുന്നു. റേറ്റ് ചോദിച്ചപ്പോ പറഞ്ഞില്ലല്ലേ, അഡ്വാൻസ് ഒന്നുമില്ല, സംഭവം ഒന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളത് ചോദിച്ചപ്പോ അവർക്ക് മറുപടി ഉണ്ടായില്ലല്ലോ. അവർക്കല്ല, മായനോട് ചോദിച്ചു. മായനോട് മറുപടി ഉണ്ടായിരുന്നല്ലോ. ഞാൻ മായനെ കണ്ടപ്പോ ചോദിച്ചപ്പോ പറഞ്ഞത് 5-ാം തീയതിക്കുള്ളിൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ എന്തായാലും ഒരു വൺ ഓഫ് മമ്മൂട്ടി സിനിമയുടെ പ്രൊഡ്യൂസറാ പറഞ്ഞത് 1 ആഴ്ചക്ക് മുന്നേ വിസ വരും, അല്ലെങ്കിൽ അത് ഫ്രോഡ് പരിപാടിയാണെന്നാ പറഞ്ഞത്.